PC ജോർജ് അടുത്ത ഏറി കയറാനുള്ള വകയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് PC ജോർജ് പറയുന്നത് ഗാന്ധിജിയുടെ ഔദാര്യത്തിലല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും ഗാന്ധിജി സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ ഗാന്ധിജി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് PC ജോർജ് പറയുന്നത്. ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിലാണ് PC ജോർജ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. എന്തായാലും നേരത്തെയും PC ജോർജ് പല സമയത്തും പലതും ഏണി പിടിച്ച് മേടിച്ച് പണി മേടിച്ചിട്ടുണ്ട്. ഇതും ആ രീതിയിൽ തന്നെ പോകില്ലേ ഇപ്പൊ? ഇത് PC ജോർജിന് സവർക്കർ മാത്രമാണ് ഏറ്റവും വലിയ ധീരദേശാഭിമാനി. അതിപ്പോ വളരെ കുറച്ചു കാലമല്ലേ ആയുള്ളൂ. പിന്നെ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം വീർ സവർക്കർ മാപ്പെഴുതി കൊടുക്കുന്നു, പുറത്തേക്ക് വരുന്നു, വീണ്ടും ആൻഡമാൻ പിന്നെ ജയിലിലേക്ക് പോകുന്നു, വീണ്ടും മാപ്പെഴുതി കൊടുക്കുന്നു. അങ്ങനെ രാജ്യത്തിന് വേണ്ടി പോരടിച്ചവരാണ് അവരൊക്കെ, വീർ സവർക്കറിനെ പോലെയുള്ള ആൾക്കാർ. അപ്പം അവരൊക്കെയാണ് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാതന്ത്ര്യ സമര പോരാളികൾ. അല്ലാതെ മഹാത്മാഗാന്ധിയോ ഇനി അതല്ല ബാലഗംഗാധര തിലകോ നമ്മുടെ ഭഗത് സിംഗോ അങ്ങനെയുള്ളവരാരും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രമാണ്. ഒരു കാലഘട്ടം വരെ ഉടുത്തുകൊണ്ട് നടന്ന ഖദറിന്റെ ഒരു വിലയെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ PC ജോർജ് കാണിക്കണമായിരുന്നു. UDFന്റെ ഭാഗമായി എത്രയോ കാലം കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന ഒരാളാണ് ഈ PC ജോർജ്. അതിൻ്റെയെങ്കിലും അന്നൊക്കെ ഈ പറയുന്ന പോലെ മഹാത്മാഗാന്ധി വലിയ ആളായിരുന്നു. മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായിട്ട് അന്നൊക്കെ അദ്ദേഹം അംഗീകരിച്ചിരുന്നു. ഈ പറയുന്ന ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയായിട്ടനുബന്ധിച്ച് പരിപാടികളിലെല്ലാം പങ്കെടുത്തിരുന്നു. പിന്നെ അതോടൊപ്പം രക്തസാക്ഷി ദിനാചരണം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ന് മുതലാണ് ഈ പറയുന്ന PC ജോർജിനെ സംബന്ധിച്ച് മഹാത്മാഗാന്ധി ഒന്നുമല്ലാതായി തീർന്നതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അദ്ദേഹം ഒന്നും അവിടെ പോയി ആഫ്രിക്കയിൽ പോയി ചവിട്ടുകൊണ്ട് നാണമുണ്ടോ ഇയാൾക്ക്? ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം. ഗാന്ധിജി ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും അങ്ങേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടിനകത്തിരിക്കുന്ന ആരാ? അങ്ങേര് ഉപയോഗിക്കുന്ന വേണേ പറയാം ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇപ്പൊ അതൊന്നും ഇല്ല. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇപ്പം പിന്നെ ഗൂഗിൾ പേയുടെ UPI ഒക്കെ കാലമല്ലേ, ആ സമയത്ത് എന്തിനാ നോട്ട് ഉപയോഗിക്കുന്നതൊക്കെ മണ്ടൻ ചോദ്യം വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ പുള്ളി കൈ കൊണ്ട് നടക്കുന്ന 500 രൂപ മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ നോട്ടിലും ഈ മഹാത്മാഗാന്ധിയുടെ ചിത്രം കൊണ്ടുവച്ചാൽ കാണാനായിരുന്നു. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ? ഇത് BJPയിലെ ഏതെങ്കിലും ഉന്നത നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ മഹാത്മാഗാന്ധി ഇങ്ങനെയുള്ള ആളാണെന്ന്? ഇത് ഒരുമാതിരി ഗോഡ്സൈഡ് അപ്പുറമായി മാറിക്കൊണ്ടിരിക്കുക. 2 പെണ്ണുങ്ങളുടെ തോളെ കൈയിട്ടുണ്ടെന്ന് കൊണ്ടാണോ അങ്ങേര് വിശുദ്ധനായതെന്നാണ് ഇങ്ങേര് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന PC ജോർജ് പൂഞ്ഞാറുകാർക്ക് വേണ്ടി എന്ത് ചെയ്തു? പോട്ടെ, മഹാത്മാഗാന്ധി ചെയ്തില്ലെന്ന് വെച്ചു. PC ജോർജ് എന്ത് ചെയ്തു? കുറെ കാലം MLA ആയിട്ടിരുന്നതല്ലേ, ചീഫ് വിപ്പ് ആയിരുന്നല്ലേ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ. എന്ത് ചെയ്തു? ഒരു മനുഷ്യനെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ എന്തോ അനാശാസ്യം ഒരു സ്ത്രീയുമായി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ തരവെഴുത്തിരോ പറഞ്ഞുണ്ടാക്കിയത് ആലോചിച്ച് നോക്കൂ. ആ ഉമ്മൻചാണ്ടിയെ പിന്നെ ഏതെല്ലാം അവസരങ്ങളിൽ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയും, സ്വഭാവഹത്യ നടത്താവോ അതെല്ലാം നടത്തിയില്ലേ? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളെ അത്രത്തോളം പീഡിപ്പിച്ച ഒരു വ്യക്തിയല്ലേ ഈ പറയുന്ന PC ജോർജ്. അപ്പൊ അങ്ങനെയുള്ള PC ജോർജ് ആണ് ഇപ്പൊ ഈ പറയുന്ന മഹാത്മാഗാന്ധി കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി ചെയ്ത ത്യാഗങ്ങളുടെയും ഒക്കെ ഒരു കൊണിശം പോട്ടൊരു 1001% എങ്കിലും പിന്നെ ഈ പറയുന്ന PC ജോർജ് ചെയ്തിട്ടുണ്ടോ? സ്വന്തം നാടിന് വേണ്ടിയിട്ടെങ്കിലും, സ്വന്തം നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. PC ജോർജിന് പണ്ടേ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, ഈ പറയുന്ന പിന്നെ ഈ വേട്ടക്കാർക്കൊപ്പമായിരുന്നു എന്നും PC ജോർജ് ചെയ്യുന്നത്. PC ജോർജിന്റെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞ് വിവാദം ഉണ്ടാക്കുക. അപ്പൊ വിവാദം ഉണ്ടായി കഴിയുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ. പക്ഷെ അതിനൊരു മര്യാദയില്ലേ? അതെ, അതാണ് പ്രശ്നം. ആ മര്യാദ PC ജോർജിനില്ല. PC ജോർജ് മിക്കപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങ് കണ്ണടച്ചോരെന്നങ്ങ് വിളിച്ചു പറയും. അപ്പൊ ഇതങ്ങ് വിവാദമാകും. വിവാദമാകുക മാത്രമല്ല ആൾക്കാരെന്ത് ചെയ്യും? ജോർജിനെ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ PC ജോർജ് പിന്നാലെ കുറെ നൂലാമാലകൾ വരുന്നുണ്ടല്ലോ, അതും പുള്ളി തന്നെ ഫേസ് ചെയ്യണ്ടേ? ഇതിനകത്ത് എന്തോ നൂലാമാല വരാനാന്നേ? ഇപ്പം മഹാത്മാഗാന്ധി കുറ്റം പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് PC ജോർജിനെതിരെ ഇപ്പം പിന്നെ ഈ പറയുന്ന BJPക്കാർ കേസെടുക്കൂ? BJPക്കാരെടുക്കത്തില്ല. ഇപ്പൊ പ്രതിഷേധം ഉണ്ട്. ഇത് ഞാൻ ചോദിക്കട്ടെ, PC ജോർജ് ഇത്രയും പറഞ്ഞല്ലോ, എന്തായാലും ആ ഇന്റർവ്യൂ പുറത്തു വന്നല്ലോ, ഏതെങ്കിലും നട്ടലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ പ്രതികരിച്ചോ? ഇത്രയും ദിവസമായല്ലോ. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ PC ജോർജ് പറഞ്ഞ പിന്നെ തോന്നിവാസമാണ് അല്ലെങ്കിൽ അത് പറയാൻ പാടില്ല പ്രതിഷേധമായിട്ട് PC ജോർജിന്റെ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കോൺഗ്രസ്സുകാർക്ക് എന്തോ ഇപ്പം രാഷ്ട്രപിതാവിനോട് കോൺഗ്രസ്സുകാർക്ക് സ്നേഹമുണ്ടെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ അതൊന്നും ഇല്ല. രാഷ്ട്രപിതാവിനെ അവഹേളിക്കുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. ഇത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവല്ല എന്നൊരു ഗവൺമെന്റ് സർക്കുലർ, കേന്ദ്ര സർക്കാരിന്റെ ഒരു സർക്കുലർ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ വന്നാലും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പഞ്ചപുച്ഛം അടക്കി കേട്ടോണ്ടിരിക്കത്തേ ഉള്ളതും. ഈ പറയുന്ന പിന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേരെടുത്ത് മാറ്റിയിട്ട് അതിനെ വേറൊന്നായിട്ട് അവതരിപ്പിച്ചല്ലോ അല്ലേ?
എന്നിട്ട് അതിനെ കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ കണ്ടോ? ആ സമയത്ത് ഈ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അന്ന് ജർമ്മനി പോയിരിക്കുകയായിരുന്നു BMW വണ്ടി ഓടിക്കാൻ. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രശ്നം. PC ജോർജ് ഇത്രയും എന്താ പറയുക, തരംതാണ രീതിയിൽ രാഷ്ട്രപിതാവിനെ അവഹേളിച്ച സാഹചര്യത്തിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ PC ജോർജിനെതിരെ ഒരു ചെറിയ ഒരു വാക്കുകൊണ്ടെങ്കിലും എന്തെങ്കിലും മിണ്ടി നമ്മൾ കേട്ടോ? പോട്ടെ, മാധ്യമപ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ PC ജോർജ് പറഞ്ഞ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരോട് ചോദിച്ചിട്ടുണ്ടോ? ഇതൊന്നും വേണ്ട, എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ആൾക്കാരാ സോഷ്യൽ മീഡിയയിലുള്ളത്. അവര് സോഷ്യൽ മീഡിയയിൽ പോലും അതുപോലും ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധി എന്താ അത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണോ? ഒരുപക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ ശരിക്കുമുള്ള ആശയങ്ങളിലൂടെ സഞ്ചരിക്കുകയും സഹനത്തിലൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താ പറയുക, നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുത്തു തരികയും ചെയ്യുന്ന കാര്യത്തിൽ മഹാത്മാഗാന്ധി ശരിക്കും വഹിച്ചിട്ടുള്ള പങ്കുകൾ ചരിത്രം പഠിച്ച ഏതൊരു കുട്ടിക്കും അറിയാം, ഏതൊരാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നത്. മഹാത്മാ എന്നുള്ള വാക്ക് മഹാത്മാഗാന്ധി രാവിലെ എണീറ്റ് നാളെ മുതൽ ഞാൻ മഹാത്മാ എന്നറിയപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ പേര് കൊടുത്തിട്ട് മാറ്റിയൊന്നുമല്ല. രവീന്ദ്രനാഥ് ടാഗോറാണ് മഹാത്മാ എന്നുള്ള പേര് ചേർത്ത് വായിക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ ഒരാൾ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ? ഇന്ത്യയുടെ ദേശീയ അതായത് 1947 ഓഗസ്റ്റ് 14 രാത്രിയോടുകൂടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇവിടെ ഇല്ല ഗാന്ധിജി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗാന്ധി മോശപ്പെട്ട പരിപാടിയാണ് ഗാന്ധിജി കാണിച്ചത്. ഇത്രയും വലിയ ത്യാഗം സഹിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഗാന്ധിജി എവിടെ പോയിരുന്നു? എന്താ ചിലർ പറഞ്ഞു ഗാന്ധിജി ഒഴിവാക്കി നിർത്തിയിരുന്നു. ആര്? ജവഹർലാൽ നെഹ്റു. എന്താ സംഭവിച്ചത്? ഗാന്ധിജി ആ സമയം ഇന്ത്യയിലില്ല, നമ്മുടെ രാജ്യത്തില്ല. അദ്ദേഹത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിനോടൊപ്പം തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു ആഫ്രിക്കയിൽ അദ്ദേഹം തുടങ്ങി വെച്ച ചില പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി അദ്ദേഹം അവിടേക്ക് പോയി. അപ്പം അദ്ദേഹം ചെയ്തൊരു കാര്യം, എവിടെ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടോ, അവർ എന്താ പറയുക, റേസിസം നിലനിൽക്കുന്ന ആ ഭാഗങ്ങളിൽ പോയി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ അവിടേക്ക് വ്യാപിപ്പിക്കുകയോ ചെയ്ത്. ഇപ്പൊ BJP-ക്കാർക്കും RSS-കാർക്കും ആ സംഘപരിവാർ അജണ്ടയുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരു വ്യക്തിയാണ്. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ത്യയെ വിഭജിച്ചു പോകുന്നതിന് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ആ മഹാത്മാഗാന്ധി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. പുതിയൊരു ഗാന്ധിജിയെക്കുറിച്ച് പുതിയൊരു നെറേറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതിന് കാരണമായിട്ട് ഗാന്ധിജിയെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെന്തോ വയ്യ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ആ സമയത്ത് കസ്തൂർബയോടൊപ്പം കഴിയേണ്ടി വന്നു. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതെന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും റിഗ്രറ്റോട് കൂടി ഓർമ്മിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അതെടുത്ത് ഉയർത്തിപ്പൊക്കി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അദ്ദേഹം എന്തോ ഈ പറയുന്ന ആകപ്പാടെ ലൈംഗിക അരാജകത്വം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവസാന സമ്മേളനത്തിൽ പോലും അദ്ദേഹം സ്ത്രീകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. ഈ രീതിയിൽ വരെ അദ്ദേഹത്തിന്റെ ചിന്താഗതികളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ വളച്ചൊടിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇന്നത്തെ പുതിയ വായനക്കാർ വന്നു എന്നുള്ളതാണ് പ്രശ്നം. പുതിയ ഒരു വ്യാഖ്യാതാക്കൾ വന്നതോടുകൂടിയാണ് ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യന്റെ വില കുറഞ്ഞു തുടങ്ങിയത്. ആ വ്യാഖ്യാതാക്കൾ അത്രയും വരുന്നത് അവരവരുടേതായ അജണ്ടകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ PC ജോർജ് ഇപ്പോൾ പറയുന്നത് അത് തന്നെയാണ്. PC ജോർജിന് എന്ത് യോഗ്യതയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. PC ജോർജിനെ പോലെയുള്ള ഒരു വള്ളത്തിലും കൃത്യമായി കയറാത്ത, 2 വള്ളത്തിൽ പോലും കാല് വെച്ച് തുഴയാൻ മടിയില്ലാത്ത ഒരു നേതാവ് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് ഗാന്ധിജിയെ പോലെ ഒരാളെ ഈ രീതിയിൽ തെരുവിലിട്ട് വലിച്ചിഴക്കുന്നത്? അതിനുള്ള എന്ത് ക്വാളിറ്റിയാണുള്ളത് PC ജോർജിനെ സംബന്ധിച്ച്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ PC ജോർജ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തിയായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടോ? എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിൽ PC ജോർജ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞതായിട്ട് എനിക്കറിയാം. ഈ നാട്ടിലെ വേട്ടക്കാർക്കൊപ്പം നിന്നത് എനിക്കറിയാം. ദിലീപ് മഞ്ജുവാർ വിഷയത്തിൽ മഞ്ജുവാരെ കുറ്റം പറയുകയാണെന്ന് PC ജോർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഏതൊരു കേസ് നമ്മളെടുത്ത് പരിശോധിച്ചാലും അവിടെ വേട്ടക്കാർക്കൊപ്പം നിലനിന്ന ഒരു രീതി തന്നെയാണ് പലപ്പോഴും ഈ PC ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഇതിലൂടെ PC ജോർജിന് കിട്ടുന്ന ആനന്ദം എന്താണെന്ന് അറിയില്ല. ഒരാളെയും തെറി വിളിക്കാൻ, ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഇടയിൽ പോലും നിന്നുകൊണ്ട് തന്നെ കൂകി വിളിച്ചവന്മാരെ തന്തയ്ക്ക് വിളിക്കാൻ, അതിന് ധൈര്യം എന്നല്ല പറയുന്നത്, അത് വെകിടെന്നാണ് പറയുന്നത്. അതിന് അങ്ങനെ കാണിക്കാൻ പോലും മടിയില്ലാത്തൊരു നേതാവാണ് ഈ PC ജോർജ്. അപ്പം അങ്ങനെയുള്ള നേതാക്കന്മാർ ഈ രീതിയിലുള്ള വെകിട് പറയും. പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാത്ത, അല്ലെങ്കിൽ ഇതിനെ നിശിതമായി വിമർശിക്കാത്ത ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തോട് പുച്ഛം തോന്നേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഈ മഹാത്മാഗാന്ധി കുറ്റം പറഞ്ഞോട്ടെ. അതുകൊണ്ട് തന്നെയാണല്ലോ നമുക്കറിയാവുന്ന മഹാത്മാഗാന്ധിയുടെ പേര് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വെട്ടിമാറ്റി ആ സമയത്ത് തന്നെ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അങ്ങ് പോയത്.
BMW വണ്ടി ഓടിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ PC ജോർജ് പൂഞ്ഞാർ സീറ്റ് ഉറപ്പിച്ചു. തനിക്ക് അവിടെ സീറ്റ് വേണം, പൂഞ്ഞാറിൽ നിന്നുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതിനു വേണ്ടിയിട്ട് BJPയെ ഒന്നുകൂടി അല്ലെങ്കിൽ RSSകാരെ ഒന്നുകൂടെ സന്തോഷിപ്പിക്കാനും സൂപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്.